ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. +1 മാത്തമാറ്റിക്സിലെ 10ാമത്തെ അധ്യായമായ സ്ട്രെയിറ്റ് ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്, ഇൻക്ലിനേഷൻ എന്താണ്, ഒരു ലൈൻ 2 പോയിന്റിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ 2 പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്ലോപ്പ് കാണാം എന്നീ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 2 ലൈനിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കാം. ഇപ്പോൾ 2 ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ലൈൻ L1 ആൻഡ് L2 എന്ന് നമ്മൾ എടുക്കുന്നു. അതിന് നമുക്ക് തന്നിട്ടുള്ള സ്ലോപ്സ് മാത്രമാണ്. സ്ലോപ്പ് വിത്ത് സ്ലോപ്പ് M1 ആൻഡ് M2. 2 ലൈൻസ് L1 ആൻഡ് L2 നോൺ വെർട്ടിക്കൽ ലൈൻസ്. വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ ഇൻക്ലിനേഷൻ 90 ആവും, therefore the slopes നോട്ട് ഡിഫൈൻഡ് ആവും. അതുകൊണ്ടാണ് നോൺ വെർട്ടിക്കൽ ലൈൻസ് എടുക്കുന്നത്. അതിൻ്റെ സ്ലോപ്സ് M1 ആൻഡ് M2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നോക്കി, ഇവിടെ ഇതിൻ്റെ ഇൻക്ലിനേഷൻ നമ്മൾ α1 α2 എന്ന് എടുത്തു 2 ലൈനിൻ്റെ. അപ്പം ഫസ്റ്റ് ലൈനിൻ്റെ ഇൻക്ലിനേഷൻ α1ഉം സെക്കൻഡ് ലൈനിൻ്റെ ഇൻക്ലിനേഷൻ α2 ആണെങ്കിൽ M1 = tan α1, M2 = tan α2. ഇത് നമ്മൾ ഇൻക്ലിനേഷനിലും സ്ലോപ്പ് ഓഫ് എ ലൈനിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം. ഇനി നോക്കൂ, ഈ ലൈൻ നമ്മൾ ഇവിടെ നിന്ന് വരയ്ക്കുകയാണ്. ഫസ്റ്റ് ലൈൻ നമ്മൾ L1 ആയിട്ട് എടുത്തു, സെക്കൻഡ് ലൈൻ നമ്മൾ L2 ആയിട്ട് എടുക്കുന്നു. ഇനി ഇതിനിടയ്ക്കുള്ള ആംഗിൾ നോക്ക്, 2 ആംഗിൾ നമുക്ക് ഇവിടെ കിട്ടും. കാണുമ്പോൾ 4 ആംഗിൾ ഉണ്ടെങ്കിൽ 2 ആംഗിൾ വീതം ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് ഒരാംഗിൾ ഇത് നമ്മൾ തീറ്റ ആയിട്ട് എടുത്തു. നമുക്ക് തീറ്റ കാണണം. നോക്കുക, ഈ ആംഗിളും അത് തീറ്റ തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ ആംഗിളാണ്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 180 - തീറ്റയാണ് അല്ലേ? ഇത്രയും 180, അതിൽ നിന്ന് തീറ്റ പോയാൽ 180 അത് ഞാൻ φ ആയിട്ട് എടുത്തു. അപ്പോൾ φ = 180 - തീറ്റ. അപ്പോൾ ഈ 2 ആംഗിൾ എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ L1ൻ്റെ ഇൻക്ലിനേഷൻ α1 ആണ്, അതുകൊണ്ട് ഈ ആംഗിൾ α1. L2ൻ്റെ ഇൻക്ലിനേഷൻ α2 ആണ്, അപ്പോൾ ഈ ആംഗിൾ α2. ഇനി ഈ ആംഗിൾ എന്തായിരിക്കും? ഈ സെയിം ആംഗിൾ തീറ്റ തന്നെയാണ്. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എക്സ്റ്റീരിയർ ആംഗിൾ = സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾ. അപ്പോൾ α2 = α1 + തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഒരു α2 - α1. 2 സൈഡിലും ടാൻ എടുക്കുന്നത്. അപ്പോൾ ടാൻ തീറ്റ = ടാൻ α2 - α1. നിങ്ങൾ ടാൻ A - B എന്ന് പറയുന്നത് ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ടാൻ A - ടാൻ B / 1 + ടാൻ A ടാൻ B. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ α2 - ടാൻ α1 / 1 + ടാൻ α1 × ടാൻ α2. ഓക്കെ, ഇവിടെ നിങ്ങൾ ടാൻ α2 എന്താണെന്ന് അറിയാം? M2 - M1 / 1 + M1 M2. അപ്പോൾ ടാൻ തീറ്റ ഇത് കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ = M2 - M1 / 1 + M1 M2. ടാൻ തീറ്റ ഇത് കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ടാൻ ഇൻവേഴ്സ്. ഓക്കെ, ഇനി നോക്കുക, ഇത് ഈ തീറ്റയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ഫൈയും നമുക്ക് അറിയേണ്ടായിരിക്കുന്നുണ്ട്. എന്താണ് അതിൽ നിന്ന് ഫൈ കിട്ടുക? അപ്പോൾ ഫൈ = 180 - തീറ്റയാണ്. അപ്പോൾ ടാൻ ഫൈ എന്ന് പറയുന്നത് ഒരു ടാൻ 180 - തീറ്റ. ടാൻ 180 - തീറ്റ ട്രിഗണോമെട്രിയിൽ നിങ്ങൾ റിഡക്ഷൻ ഫോർമുലയായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ടാൻ 180 - തീറ്റ മൈനസ് ടാൻ തീറ്റ. ആ ടാൻ തീറ്റയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -M2 - M1 / 1 + M1 M2. അപ്പോൾ ടാൻ തീറ്റ M2 - M1 / 1 + M1 M2 ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് തീറ്റ നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ ഫൈ = അതിൻ്റെ ഒരു നെഗറ്റീവ് ആയിരിക്കും അർത്ഥം. അപ്പോൾ ടാൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ ടാൻ ഫൈ നെഗറ്റീവ്. ഈ ടാൻ തീറ്റ ഈ കാണുന്നതിൽ M2നെ M1നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ടാൻ ഫൈ ഈ ആംഗിളിൻ്റെ ടാൻ വാല്യൂ നെഗറ്റീവ്. ഇനി ഈ ടാൻ തീറ്റ നെഗറ്റീവ് ആണെന്ന് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? ഈ ഈ ആംഗിളിൻ്റെ ടാൻ വാല്യൂ -+ കിട്ടും. അങ്ങനെ ഇപ്പോൾ 2 കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. ഒന്നെന്താണ്? M2 - M1 / 1 + M1 M2 പോസിറ്റീവ് ആകുമ്പോൾ ടാൻ തീറ്റ പോസിറ്റീവും ടാൻ ഫൈ നെഗറ്റീവും. ഇനി ടാൻ തീറ്റ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90-നേക്കാൾ കുറവ്. ആ ആംഗിളിൻ്റെ ടാൻ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90-നേക്കാൾ കൂടുതലായിട്ടുള്ള അതിൻ്റെ ആംഗിളിൻ്റെ ടാൻ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ടാൻ തീറ്റ പോസിറ്റീവും ടാൻ ഫൈ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ വിൽ ബി ആൻ അക്യൂട്ട് ആംഗിൾ ആൻഡ് ഫൈ വിൽ ബി ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഫൈ വിൽ ബി എ ഒബ്റ്റ്യൂസ് ആംഗിൾ. 90-നേക്കാൾ കൂടിയ ഒരു ആംഗിൾ ആയിരിക്കും ഫൈ. അപ്പോൾ ടാൻ തീറ്റ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ട് നമുക്ക് എന്താണ്
തീറ്റ അക്യൂട്ട് ആണോ ഒബ്റ്റ്യൂസ് ആണോ എന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യത്തെ കേസ് തീറ്റ പോസിറ്റീവ്, ഈ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ടാൻ തീറ്റ പോസിറ്റീവ്, ഈ റിസൾട്ട് പോസിറ്റീവ് കിട്ടും. ഇപ്പോൾ ടാൻ ഫൈ നെഗറ്റീവ്, അപ്പോൾ തീറ്റ വിൽ ബി അക്യൂട്ട് ആംഗിൾ, അതായത് 90-നേക്കാൾ കുറവായ ഒരു ആംഗിൾ ആവും. ഫൈ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആയിരിക്കും. ഇനി സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ കേസ് എന്താണ്? m2 - m1 / 1 + m1 m2. ഇതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടാൻ തീറ്റ നെഗറ്റീവ്, ടാൻ ഫൈ എന്താവും? നെഗറ്റീവ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ടാൻ തീറ്റ വിൽ ബി നെഗറ്റീവ്, രണ്ടാമത്തെ കേസ് ടാൻ തീറ്റ വിൽ ബി നെഗറ്റീവ് ആൻഡ് ടാൻ ഫൈ വിൽ ബി പോസിറ്റീവ്. ആ കേസിൽ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? ടാൻ തീറ്റ നെഗറ്റീവ് ആണെങ്കിൽ തീറ്റ ഒബ്റ്റ്യൂസ് ആംഗിളും ഫൈ എന്തായിരിക്കും? അക്യൂട്ട് ആംഗിളും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. എപ്പോഴും എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ടാൻ തീറ്റ അല്ല, അക്യൂട്ട് ആംഗിൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാൻ വാല്യൂ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കും. അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് L1 and L2 വിത്ത് സ്ലോപ്പ് ടാൻ തീറ്റ പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് m2 - m1 / 1 + m1 m2 എടുക്കുന്നു. ഇതിൻ്റെ ഒരു നോട്ടാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത്. അക്യൂട്ട് ആംഗിൾ ടാൻ തീറ്റ മോഡുലസ് എടുക്കാൻ കാരണം എന്താ? അക്യൂട്ട് ആംഗിൾ എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് m2 - m1 / 1 + m1 m2. ഇനി ഒബ്റ്റ്യൂസ് ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത് പോസിറ്റീവ് ആണ്, അത് നെഗറ്റീവ് എടുത്താൽ ഒബ്റ്റ്യൂസ് ആംഗിൾ കിട്ടാൻ 180 - തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒബ്റ്റ്യൂസ് ആംഗിൾ കിട്ടും. അതിൻ്റെ ടാൻ വാല്യൂ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് ആയിരിക്കും. ടാൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ. ഓക്കെ, മനസ്സിലായോ? ഇതാണ് അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. ടാൻ തീറ്റ മോഡുലസ് m2 - m1 / 1 + m1 m2. ബോക്സിലിട്ടിരിക്കുന്ന പഠിക്കേണ്ട റിസൾട്ടാണ്, പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ അടുത്തൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൊളീനിയാരിറ്റി ഓഫ് 3 പോയിൻറ്റ്സ്. എപ്പോഴാണ് 3 പോയിന്റ് കൊളീനിയർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്? ഒരു ലൈൻ എടുക്കുന്നു, അതിലെ 3 പോയിൻറ്റ്സ് A,B,C. ഇങ്ങനെ ഒരേ ലൈനിൽ കിടക്കുന്ന ഒരേ ലൈനിലെ പോയിൻറ്റ്സിനെയാണ് നമ്മൾ കൊളീനിയർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളീനിയർ പോയിൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? പോയിൻറ്റ്സ് ലൈ ഓൺ ദ സെയിം ലൈൻ. 3 points A,B,C are said to be collinear if they lie on a line. ഇനി ഇതിന് കണ്ടീഷൻ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നത് 3 പോയിന്റ് തന്നിട്ട് പ്രൂവ് ദാറ്റ് 3 points are collinear. നമ്മൾ പല ചാപ്റ്ററുകളൊക്കെ പഠിക്കുമ്പോൾ പല കണ്ടീഷൻസാണ് ഈ കൊളീനിയർ പോയിൻറ്റ്സ് എന്ന് തെളിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതെങ്ങനെ കൊളീനിയർ ആണെന്ന് തെളിയിക്കാം. നമുക്ക് A,B,B,C എന്ന ലൈൻ എടുത്ത് ഈ ഒരു ലൈൻ ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന ലൈനിൻ്റെ ഇൻക്ലിനേഷനും AC എന്ന് പറയുന്ന ലൈനിൻ്റെ ഇൻക്ലിനേഷനും BC എന്ന് പറയുന്ന ലൈനിൻ്റെ ഇൻക്ലിനേഷനും സെയിം ആയിരിക്കില്ലേ? ഇൻക്ലിനേഷൻ സെയിം ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കില്ലേ? അപ്പോൾ 3 പോയിൻറ്റ്സ് കൊളീനിയർ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ABC = സ്ലോപ്പ് ഓഫ് BC, അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ABC = സ്ലോപ്പ് ഓഫ് AC എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് എത്തപ്പെടുകയാണെങ്കിൽ നമുക്ക് പറയാം 3 പോയിൻറ്റ്സും കൊളീനിയർ. ഓക്കെ, ഇനി നമ്മളിതിൽ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: 2 ലൈനിനടക്കുള്ള ആംഗിൾ π/4, ഒരു ലൈനിൻ്റെ സ്ലോപ്പ് 1/2. അങ്ങനെയാണെങ്കിൽ മറ്റേ ലൈനിൻ്റെ സ്ലോപ്പ് എന്താണെന്നുള്ള ഫോർമുല നമ്മൾ എഴുതുന്നു. ടാൻ തീറ്റ മോഡ് m2 അക്യൂട്ട് ആംഗിൾ പോസിറ്റീവ് എടുത്തുകൊണ്ട് ചെയ്യുന്നു, അതുപോലെ നെഗറ്റീവ് എടുത്തും. 2 കണ്ടീഷനിലും, ഒന്ന് അക്യൂട്ട് ആംഗിൾ നമ്മൾ ലൈനിൻ്റെ സ്ലോപ്പ് എന്താ, ഒബ്റ്റ്യൂസ് ആകുമ്പോൾ എന്താണ് ലൈനിൻ്റെ സ്ലോപ്പ്. അപ്പോൾ ടാൻ തീറ്റ m2 - m1 / 1 + m1 m2. ഇനി വാല്യൂ m1 നമ്മൾ 1/2 എടുത്തു, തന്നിരിക്കുന്ന ഒരു ലൈനിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ m2ൻ്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തീറ്റ π/4 നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടാൻ π/4 = m2 എന്ന് പറയുന്ന m മൈനസ് m1 1/2 / 1 + m × 1/2. ഓക്കെ, ഇനി വാല്യൂ ടാൻ π/4ൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 1 = 2m - 1 / 2 അല്ലേ? ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതും അതുപോലെ 2 + m/2. ഇനി 2 ഗോട്ട് ക്യാൻസൽ, എഴുതുന്നത് 1 = 2m - 1 / 2a + m. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 + m = 2m - 1. ഇനി -1 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, m ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. -1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 2 + 1, m അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -2m - m. 2 + 1 3 ഒരു വാല്യൂ എമ്മിൻ്റെ വാല്യൂ ഇത് പോസിറ്റീവ് ആവുമ്പോൾ, അക്യൂട്ട് ആവുമ്പോൾ അല്ലേ, പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ അക്യൂട്ട് ആവുമ്പോൾ 3 എമ്മിൻ്റെ വാല്യൂ എന്ത് വരും? 3 എന്ന് കിട്ടും സ്ലോപ്പ്. ഇനി ഇത് നെഗറ്റീവ് ആകുമ്പോൾ എന്തേ വ്യത്യാസമുള്ളൂ? ഇത് ഈ -1 ഇവിടെ നിന്ന് കൊടുത്താൽ മതി അല്ലേ? -1 കൊടുക്കുമ്പോൾ അല്ലേ, ടാൻ മൈനസ് ഈ വാല്യൂ എന്തായിരിക്കും? മൈനസ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ π/4 = ഈ ഒരു ടാൻ π/4ൻ്റെ വാല്യൂ
എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല. അപ്പോൾ tan pi by 4 നെഗറ്റീവ് ഓഫ് m മൈനസ് 1/2 ഡിവൈഡ് ബൈ 1 പ്ലസ് എം ഇൻറ്റു 1/2. അപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ മൈനസ് കൊടുക്കുമ്പോൾ ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ഓഫ് 2 പ്ലസ് എം ഇസ് ഈക്വൽ ടു 2m മൈനസ് 1 അല്ലേ. നമ്മളിത് കുറേ സ്റ്റെപ്പുകൾ ഒഴിവാക്കി ഈ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ മൈനസ് ഇത് എന്തായി, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആയി. അപ്പോൾ മൈനസ് ഓഫ് 2 പ്ലസ് എം ഇസ് ഈക്വൽ ടു 2m മൈനസ് 1. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ത് കിട്ടും, m ഇസ് ഈക്വൽ ടു -1/3. നമുക്ക് -2 മൈനസ് എം ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു 2m മൈനസ് 1. ഇനി -2 -1 ഇങ്ങോട്ട് വരുമ്പോൾ +1, ഈ -m അങ്ങോട്ട് വരുമ്പോൾ +m. ഇപ്പോൾ 2m + m 3m. -2 + 1 -2 + 1 -1. അതാണ് ഈ -1 ഇസ് ഈക്വൽ ടു 3. therefore m ഇസ് ഈക്വൽ ടു -1/3. അപ്പം ഈ രണ്ട് കേസിലും ഇതൊന്ന് അക്യൂട്ട് ആകുമ്പോൾ ഇതൊന്ന് ഒപ്റ്റീസ് ആകുമ്പോൾ കാരണം ഇത് നമ്മൾ മൈനസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 90 + π/4 ആണ് മൈനസ് വരുന്നത്. അപ്പോൾ ഇത് ഈ എമ്മിന് -1/3 കൊടുക്കുമ്പോൾ ഇതൊരു ഒപ്റ്റീസ് ആംഗിളായിട്ട് മാറും. ഓക്കെ.